നിയമപരമായിട്ട് കോടതിയിലേക്ക് മൂവ് ചെയ്യുന്നത് നമുക്ക് കേട്ടായിട്ട് പറയാം. അതൊരു നിയമവശങ്ങൾ കുറച്ചും കൂടെ സംസാരിച്ച് തീരുമാനിക്കും. ഇതൊരു ആന്റി കോമ്പറ്റീറ്റീവ് ഇതിൽ പെടുന്ന സംഭവമാണ്. ഒരു കാർട്ടലിസത്തിന്റെ ഭാഗമായിട്ട് കോമ്പറ്റീഷൻ കമ്മീഷന്റെ ഉൾപ്പെടെ റിവ്യൂവിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും അസോസിയേഷനും ഇത് നോക്കുന്നുണ്ട്. ലെസിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഭാവിയിലും വേറെ ആർക്കും സംഭവിക്കാതിരിക്കാനായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്തായാലും അസോസിയേഷൻ മുമ്പോട്ട് പോകുമെന്ന്. ഇനി എന്തെന്ന് കഴിഞ്ഞാൽ അവർ ഞങ്ങൾക്ക് കോംപ്രമൈസ് ആവുള്ളൂ. കാരണം ഒരു എല്ലാ വിധത്തിലുള്ള ട്രൈ ചെയ്തു. ഇപ്പം ആടുജീവിതത്തിന്റെ അഭിനയിച്ച ഹീറോയ്ക്ക് മെസ്സേജ് അയച്ച് വിളിച്ചു പറഞ്ഞു, കാരണം നിങ്ങളുടെ പടം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു ഞങ്ങളുടെ കംപ്ലൈൻ്റ് ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഹീറോസിനും ഒക്കെ മെസ്സേജുകളിലും കോളുകളിലും ഒക്കെ വിളിച്ചു പറഞ്ഞ് ഞങ്ങളെ ഭയങ്കരമായിട്ട് പ്രഷർ വന്ന്. പക്ഷെ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇതൊരു യൂണിറ്റി ഇതിനൊരു വലിയൊരു ഫാക്ടറാണ്. ഞങ്ങളെല്ലാവരും മുമ്പായി നിൽക്കുന്നതിൻ്റെ ഒരു ഗുണമാണ്. അതിനകത്ത് ആർട്ടിസ്റ്റുകളുണ്ട്, എല്ലാവരും ഒരുപോലെ മുന്നോട്ടാണ് ഇതിന് വിജയം കണ്ടെത്താൻ കഴിയും. ഇപ്പൊ ഈ ഒരു ചർച്ചയ്ക്ക് ഏതാണ്ടൊരു പര്യവസാനമായത് യൂസഫലിയെ പോലുള്ള ആളുകൾ അതിനകത്ത് ഇടപെട്ടത് കൊണ്ടാണല്ലോ. അപ്പൊ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു പ്രശ്നം അത് പരിഹരിക്കുന്നതിനും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളുടെ ആവശ്യകതയുണ്ടോ? ഈ തിയേറ്ററിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നം പരിഹരിക്കാനായിട്ട് ഈ യൂസഫലിയെ പോലുള്ള ആളുകളുടെയൊക്കെ ഇടപെടൽ എന്തായാലും വന്നല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നിൽക്കുന്ന ഈ പ്രശ്നത്തിൽ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടോ? അല്ല, തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് യൂസഫലി സാറിനെ പോലെയുള്ള ആളുകൾ ഇതിൻ്റെ അകത്ത് ഇടപെട്ടത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, PVR-ൽ സിനിമ കാണാനായിട്ട് ആളുകൾ വരുന്നില്ല എങ്കിൽ അവിടെയുള്ള ചുറ്റുള്ള ഷോപ്പുകളിൽ കച്ചവടം കുറയും. അപ്പോൾ അവിടെ എല്ലാം കംപ്ലൈൻറ്റ്സ് ആവും, ടോക്സ് ആവും. പിന്നെ ഇവിടുന്ന് ധർണയ്ക്ക് അവിടെ പോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നിലെല്ലാം വരുമ്പോൾ അത് അത്രയും വലിയൊരു ബ്രാൻഡിന് അതൊരു മോശമാണല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അതിന് മുമ്പ് ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്, ഞങ്ങളിങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഒന്ന് ഇടപെട്ട് തരണമെന്ന് സംസാരിക്കുകയും ആളത് ഇടപെട്ടു. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും ചെയ്തു തന്നു. തീർച്ചയായിട്ടും ഇടപെട്ടു. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഈ പറഞ്ഞതുപോലെ ഈ നാളെ സിനിമ നിന്നാൽ അത് ഇവഞ്ച്വലി ബാധിക്കുന്നത് അദ്ദേഹത്തിന്റെ എല്ലാവരുടെയും മൊത്തമായിട്ടും ഒരു ഇപ്പം അതൊരു മോളിന്റെ ഒരു ഉടമസ്ഥനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന്റെ ഉടമസ്ഥനായിട്ടോ മാത്രമല്ല അദ്ദേഹം ഇതിനകത്ത് ഇടപെട്ടത്. അദ്ദേഹത്തിന്റെ സിനിമയോടുള്ള സിനിമാക്കാരോടുള്ള ഒക്കെ താല്പര്യങ്ങൾ അതിനകത്ത് വളരെ വ്യക്തമാണ്. പക്ഷെ ഈ പറഞ്ഞതുപോലെ നാളെ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ്സിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സഹായം നമുക്ക് വീണ്ടും നേടാവുന്നതാണ്. പക്ഷെ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഉപാധികൾ വളരെ അതിന്റെ ഏകദേശം ധാരണയിലെത്തിയാണ്. നേരത്തെ ജസ്റ്റിൻ പറഞ്ഞ പോലെ 10% മാത്രമേ ഉള്ളൂ ചർച്ചയിൽ പരിഹരിക്കാൻ കഴിയുന്നു തന്നെയാണ് ഞങ്ങൾ വിശ്വാസം. അതുപോലെ തന്നെ ഏറ്റവും നന്ദി പറയേണ്ടത് മീഡിയയോട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇത് പെട്ടെന്ന് റീച്ചായി അവരുടെ സൈഡിൽ നിന്ന് ഇത്. കാരണം മെയിൻ ആയിട്ടുള്ള ആളുകൾക്കെല്ലാം പോവും. അങ്ങനെയാണ് വീണ്ടും ഒരു പ്രഷർ കൂടി അവരുടെ സൈഡിൽ നിന്ന് വീണ്ടും വന്നത്, ഞങ്ങൾ എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്യാന്നുള്ളത്. കാരണം മീഡിയയിൽ വന്ന ന്യൂസുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് അവർ നമുക്ക് തന്നെ ഫോർവേഡ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. സോ അതൊരു വലിയ താങ്ക്സ് നിങ്ങളോടും അതിന് പറയുകയാണ് ഈ വിജയത്തിന് പിന്നെ. എനിക്ക് തോന്നുന്നു ഈ ഇറങ്ങിയ സിനിമകൾക്കെല്ലാം കൂടുതൽ പബ്ലിസിറ്റി ഇന്ത്യയിൽ ഒട്ടുക്കെ കിട്ടിയതിൽ മീഡിയക്ക് വലിയ പങ്കുണ്ട്. ഈ തർക്ക വിഷയം ഉണ്ടല്ലോ, അതിനിപ്പോ ഇന്ന് ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. എന്താണ് ഈ സെയിം കണ്ടന്റ് PDC കണ്ടന്റ് ഗവൺമെന്റ് എല്ലാം ഉണ്ട്. കേരളി ശ്രീ ത്രൂ ഔട്ട് കേരള ഉണ്ട്. അവിടെ ഏകദേശം 70 തിയേറ്ററുകളോളം ഞങ്ങൾ ഇപ്പോൾ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ഒരു തിയേറ്ററുകളുണ്ട് അങ്ങനെ ഒരു ക്വാളിറ്റി കോംപ്രമൈസ്. അത് ഈ ക്യൂബ് UFO പോലുള്ളവരുടെ പ്രൊപ്പഗാൻഡയാണ്. ക്വാളിറ്റി മോശമാണ്. ഞങ്ങൾ ഇവിടെ കേരളത്തിൽ 75ഓളം സ്ക്രീൻസ് കളിക്കുന്നുണ്ട്. ഞങ്ങൾ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് മാസ്റ്ററിംഗ് യൂണിറ്റ് തന്നെയാണ്. ഞങ്ങൾ അവര് ചെയ്യുന്ന അതേ മെഷീൻസ് തന്നെയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്തൊന്നും യാതൊരു കോംപ്രമൈസും ഞങ്ങളുടെ കണ്ടന്റിന് ഒരിക്കലും കോംപ്രമൈസ് വരുത്താതെ കൊണ്ടുപോകുന്നവരാണ്. അതിന്റെ ഏറ്റവും ക്വാളിറ്റിയിൽ പുറത്തു കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് കാശ് മുടക്കുന്നവരാണ്. അപ്പൊ അതിന് 100% ആ കണ്ടന്റിന്റെ ക്വാളിറ്റി 1% പോലും ചോർന്നു പോകാത്ത കണ്ടന്റ് മാസ്റ്ററിംഗ് യൂണിറ്റാണ് ഇവിടെ സജീവം. അവരിപ്പോഴും പറയുന്ന അവരുടേതിനേക്കാളും നമ്മുടെ ലോ ക്വാളിറ്റി ആണെന്ന് പറയുന്നത് അല്ല, അങ്ങനെയാണോ അവർ ഈ ബസ്സിൽ പിടിച്ച് നിൽക്കുന്നത്? അത് ഇവര് വേറെ 1-2 കണ്ടന്റ് പ്രൊവൈഡേഴ്സുമായിട്ട് അവർക്ക് ഓൾ ഇന്ത്യ ബേസിസിൽ കോൺട്രാക്ട്. അത് മറ്റു തിയേറ്ററുകൾക്കുള്ള പോലെ തന്നെ ഇവർക്കും കോൺട്രാക്ട് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതിന്റെ ഒരു ടൈം പീരീഡ് കഴിയുമ്പോഴാണല്ലോ നമ്മുടെ കണ്ടന്റ് വെക്കണമെന്ന് പറയുന്നത്. ഇപ്പം കേരളത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ബഡ്ജറ്റിലുള്ള സിനിമകളാണ് കൂടുതലുള്ളത്. ഇപ്പോൾ ഒരു 100 സ്ക്രീൻ റിലീസ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു 3500 രൂപ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ 5500 rupees-ആണ് ഫീൻ വരുന്നത്. അപ്പോൾ ഒരു 5-6 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പ്രിന്റിന്റെ കോസ്റ്റ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വരും.
നേരെ മറിച്ച് ഒരു സിനിമ ത്രൂ ഔട്ട് റൺ ചെയ്യണമെങ്കിൽ 25,000 to 30,000 രൂപ വരെ കണ്ടന്റ് ഫീസ് ആവാറുണ്ട്. എവറി വീക്ക് റെക്കറിയും ചെയ്യും. എല്ലാ ആഴ്ചയും നമ്മൾ റീപ്ലേനിഷ് ചെയ്തുകൊണ്ടിരിക്കും. കോർപ്പറേറ്റുകളിൽ നിന്ന് അവർ VPF ഈടാക്കുന്നില്ല, നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നു. അതെ, അതാണ് മെയിൻ പ്രോബ്ലം. അതെ, അപ്പൊ അത് എങ്ങനെ ഒഴിവാക്കണം? അതിനെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് ചർച്ചയാണ്? കോമ്പറ്റീറ്റീവ് കമ്മീഷൻ ഓഫ് ഇന്ത്യയിലെ കേസ് നടക്കുന്നുണ്ട്. ആൾറെഡി ഡൽഹിയിൽ കോർട്ടിൽ കേസ് നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയാണ് അവർ 24 ഡിസംബർ 24 വരെ അവർ സമയം ചോദിച്ചത്. ആ സമയം കൊടുക്കാനും ഞങ്ങൾ തയ്യാറായിരുന്നു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഒരു മെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിട്ടേൺ ആയിട്ട് നമ്മളൊരു മെയിൽ തരാൻ നിങ്ങൾ സമ്മതിക്കും. ആഫ്റ്റർ 24 ഡിസംബർ ഞങ്ങൾ കണ്ടന്റ് ചാർജ് ചോദിക്കില്ല. ആ കോർട്ടിന്റെ വെർഡിക്റ്റ് വരുന്നത് അതിനും അവർ തയ്യാറല്ല. അവരുടെ ഇതെന്താണെന്ന് വെച്ചാൽ ഹാലിവുഡിന് കൊടുക്കും, ആ 2 വയാക്കാമിനും മറ്റേ എന്താണ് യാഷ്രാജിനും കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ യാഷ്രാജ് പടം റിലീസ് ചെയ്യുമ്പോൾ 2000-3000 സ്ക്രീൻ ചെയ്യും. വയാക്കാം ചെയ്യുമ്പോഴും 2000-3000. വയാക്കാം മിസ് ജിയോ ആണ്. അപ്പോൾ 2 വലിയ കമ്പനീസാണ്. ചെറിയ പാർട്ടീസിന് തരൂല്ല എന്നാണ് അവരുടെ ഇത്. അത് ഇവരോട് ഇരിക്കുന്ന അതർ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ടല്ലോ, അവരുടെ പ്രഷറും കൂടി അവർക്കുണ്ട്. എല്ലാം മൾട്ടിനാഷണൽ കമ്പനീസാണ്. ധാരാളം ഷെയർ മാർക്കറ്റ് ബിസിനസ്. അപ്പോൾ അവർക്കത് താല്പര്യമില്ല. അവർ വിചാരിച്ചില്ല ഇവിടെ ഒരു ചെറിയ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രി അവരോടുകൂടി ഫൈറ്റ് ചെയ്യും, ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും എന്ന് അവർ വിചാരിച്ചു. ഇനി അടുത്ത ഘട്ട ചർച്ച എന്നത്തേക്കാണ് അതാണ് നമ്മളിപ്പോ ഒരാഴ്ചക്കുള്ളിൽ അവരിപ്പോ വരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഈ വിഷയം ഞാൻ പറഞ്ഞ ഓൾമോസ്റ്റ് ഓവർ ആയിരുന്നു. ഒരു 10% കൂടെ ഉള്ളായിരുന്നു, ബാലൻസ് ഉള്ളു. അത് ഒരു 1 വീക്ക് ഞങ്ങൾ ക്ലിയർ ചെയ്യും. ഫോൺ കോളിനപ്പുറം നേരിട്ട് ഇരുന്ന് ഒരു മേശയ്ക്ക് ഇരുന്ന് ചുറ്റുമാണ് ഇത്രയും ദിവസം ഇരുന്നത്. സംഭവിച്ചില്ല. ഇങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ അവർക്ക് തന്നെ ഓപ്പൺ ചെയ്തില്ല. ആക്ച്വലി അവർ സറണ്ടർ ആവുകയാണ് ചെയ്തത്. ആക്ച്വലി അവർ സറണ്ടർ ആയി. ഇനിയിപ്പോ അവർ വന്ന് എഗ്രി ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതിലേക്ക് എത്തും. പക്ഷെ അവരിത് പ്രൊളോങ് ചെയ്തുകൊണ്ടിട്ടിരുന്നു. പ്രൊളോങ് ചെയ്തപ്പോ എന്താണ്, ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള പ്രൊഡ്യൂസേഴ്സിന്റെ ആയിക്കോട്ടെ മറ്റ് ആളുകളുടെ ആയിക്കോട്ടെ പ്രഷർ നമുക്ക് വന്നതുകൊണ്ടിട്ടുകൂടിയാണ് നമ്മളിപ്പോ ഇത് കോംപ്രമൈസിൽ ഞങ്ങൾ എത്തിച്ചേർന്നത്. അപ്പൊ അവർക്കും നേട്ടമില്ല അതിൻ്റെ അകത്ത്. അവരും വലിയ ലോസ് തന്നെയാണ് സഹിക്കുന്നത്. അപ്പൊ അവരോട് വിശ്വസിച്ചിരുന്നത് ഇത് മാത്രമാണ്. ഈ ഇങ്ങനെ മറ്റു പടങ്ങളെ കൂടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ, പ്രൊഫഷണലി ഓടിക്കൊണ്ടിട്ടിരിക്കുന്ന സിനിമയും കൂടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പ്രഷർ വരും. ഈ കറക്റ്റ് സമയത്തിന് ഈ 2 മാളുകളും ഓപ്പൺ അവർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായത് നടക്കത്തില്ലെന്ന്. അതുകൊണ്ടിട്ടാണ്